ബി.ജെ.പി. ഗവൺമെൻറ് തന്നെയായിരിക്കും ഈ അടുത്തൊരു 5 വർഷം കൂടി ഇന്ത്യയെ ഭരിക്കാൻ പോകുന്നത്. മോദി തന്നെയായിരിക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഇതിൻ്റെ എല്ലാം ഒരു സെമി ഫൈനലായിരുന്നു ഇപ്പോൾ ഈയിടെ കഴിഞ്ഞ മധ്യപ്രദേശ്, രാജസ്ഥാൻ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നടന്നത്. ആ സമയത്ത് കിടന്ന് മോങ്ങിയിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് ചെയ്യണം. അപ്പുറത്തെ വീട്ടിൽ തോമസ് ചേട്ടൻ്റെ വീട്ടിൽ തേങ്ങയുണ്ട്, ചക്കയുണ്ട്, മാങ്ങയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഈ തോമസ് ഏട്ടൻ 10-15 വർഷം മുമ്പ് ഈ തെങ്ങും മാവും പ്ലാവും എല്ലാം നടന്ന സമയത്ത് നമ്മളിങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്ന വെച്ച് 100-200 കമ്പനികളെ ഇതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഇതിൽ നിന്ന് ഓരോ ഫണ്ടിൻ്റെ ഒബ്ജക്റ്റീവ് അനുസരിച്ച് ഒരു 40-50 കമ്പനികളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. ഈ തരത്തിലുള്ള ഫിൽട്ടറിങ് നടത്തിയതിന് ശേഷമാണ് ഓരോ മ്യൂച്വൽ ഫണ്ടും ഓരോ ഇൻവെസ്റ്റ്മെൻറ്റും ചെയ്യുന്നത്. 15-20 വർഷങ്ങൾക്ക് മുൻപ് ചൈന എവിടെയായിരുന്നോ ഇപ്പോൾ അവിടെയാണ് ഇന്ത്യ ഇരിക്കുന്നത്. അതായത് അടുത്ത 15-20 വർഷം വേൾഡ് എക്കണോമിയെ നയിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പോകുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യ ഇത്തരത്തിൽ വളരുമ്പോൾ ഇന്ത്യയിലത്തെ കമ്പനികൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ ബെനിഫിറ്റുകൾ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും താങ്കൾ നിക്ഷേപിക്കാൻ താങ്കൾ മടിക്കുകയാണെങ്കിൽ ഇപ്പം താങ്കളെ സംബന്ധിച്ച് താങ്കൾ കുറേ നാളുകൾ കഴിയുമ്പോൾ വളരെയധികം ദുഃഖിക്കേണ്ടി വരും. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട എന്തുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ നിക്ഷേപിക്കണം, ഇന്ത്യയിലത്തെ കമ്പനികൾ നിക്ഷേപിക്കണം, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നേ ദിവസം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ താങ്കൾ പൂർണ്ണമായിട്ട് കാണണം എന്നത് മാത്രമല്ല, താങ്കൾ എല്ലാ സുഹൃത്തുക്കളും താങ്കൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. തൊമിച്ച ടിപ്സ് എന്ന ഫിനാൻഷ്യൽ വീഡിയോ ബ്ലോഗിന് പുതിയ എപ്പിസോഡുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ എന്നെ അനുവദിച്ച ദൈവത്തിന് നന്ദി. ഇന്നേ ദിവസം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എന്തുകൊണ്ട് ഈ സമയത്ത് ഇന്ത്യയിൽ നിക്ഷേപിക്കണം, അതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ റെലവൻ്റ് ആയിട്ടുള്ള 4 പ്രധാനപ്പെട്ട ഘടകങ്ങളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേബിൾ ഗവൺമെൻറ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം നമുക്കറിയാം ഏതൊരു രാജ്യം ഒരു വികസനത്തിലേക്ക് കടക്കണമെങ്കിൽ അതിന് ഏറ്റവും പ്രധാനമായിട്ട് ഉണ്ടാകേണ്ട ഒരു കാര്യം ഒരു സ്റ്റേബിൾ ഗവൺമെൻറ് ഉണ്ടാവുക എന്നതാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പോൾ കഴിഞ്ഞ 10 വർഷമായിട്ട് ബി.ജെ.പി. വളരെ മനോഹരമായിട്ട് ഇന്ത്യയെ നയിച്ചു. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം 2024 അതായത് നമ്മളെ എലക്ഷൻ വരികയാണ്. അപ്പോൾ എലക്ഷൻ വരുന്ന സമയത്ത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ബി.ജെ.പി. ഗവൺമെൻറ് തന്നെയായിരിക്കും ഈ അടുത്തൊരു 5 വർഷം കൂടി ഇന്ത്യയെ ഭരിക്കാൻ പോകുന്നത്. മോദി തന്നെയായിരിക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഇതിൻ്റെ എല്ലാം ഒരു സെമി ഫൈനലായിരുന്നു ഇപ്പോൾ ഈയിടെ കഴിഞ്ഞ മധ്യപ്രദേശ്, രാജസ്ഥാൻ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നടന്നത്. അവിടെ എല്ലാം ബി.ജെ.പി. ഗവൺമെൻറ് വന്നതിലൂടെ നമുക്ക് ഏകദേശം ഓൾമോസ്റ്റ് തീരുമാനമായി. ഏകദേശം ഈ 2024 ഇലക്ഷനിൽ 99% ഇവർ തന്നെയായിരിക്കും ഭരിക്കാൻ പോകുന്നത്. ഈ ഒരു സെൻട്രൽ ഗവൺമെൻറ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഓരോ മന്ത്രിമാരെ കുറിച്ചാണ്. നമുക്കറിയാം ഓരോ മിനിസ്റ്റേഴ്സും അതത് മേഖലയിൽ അത്യാവശ്യം വളരെ നല്ല രീതിയിൽ പ്രാഗൽഭ്യം തെളിയിച്ചിരിക്കുന്ന വ്യക്തികളാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാഷണൽ ഹൈവേ മിനിസ്റ്ററാണ് നിതിൻ ഗഡ്കരി. അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വന്നതിന് ശേഷം ഒരു നാഷണൽ ഹൈവേ ഡെവലപ്മെൻറ്റ്സിൽ വന്നേക്കണ ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാം. അതായത് 10 വർഷം മുമ്പ് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫൈനാൻസ് മിനിസ്റ്ററായിട്ടുള്ള നിർമ്മല സീതാരാമൻ വളരെ എക്സലൻ്റ് ആയിട്ട് നമുക്കറിയാം വാരിക്കോരി ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിന് പകരം ഒരു ലോങ് ടൈം വിഷനിലാണ് ഇവരെല്ലാവരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇന്ത്യൻ എക്കണോമിയെ വളരെയധികം സഹായിക്കുന്നുണ്ട്. ഇനി രണ്ടാമത് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതൊരു രാജ്യത്തിൻ്റെ വികസനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറിൽ വരുന്ന ഡെവലപ്മെൻറ്റ്സ് ആണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടെ ഇന്ത്യയിലെ ഇൻഫ്രാസ്ട്രക്ചറിൽ വന്നേക്കുന്ന ഡെവലപ്മെൻറ്റ്സ് നമ്മൾ കേരളത്തിൻ്റെ ഒരു സാഹചര്യം തന്നെ നമ്മൾ നോക്കിയാൽ ഒരു 5 വർഷം 10 വർഷം മുമ്പ് കേരളത്തിൽ ഈ തരത്തിലുള്ള ഒരു നാഷണൽ ഹൈവേ ശൃംഖല, അതായത് നമുക്കൊരു 100 കിലോമീറ്റർ സ്പീഡിൽ നമുക്ക് വാഹനം ഓടിച്ചു പോകാവുന്ന ഒരവസ്ഥ കേരളത്തിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വപ്നം പോലും നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ നമുക്ക് നാഷണൽ ഹൈവേൻ്റെ ഒരു ചിത്രം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തൊരു 3-4 വർഷം കഴിയുമ്പോൾ കേരളം മാത്രമല്ല, കേരളം അതിൽ ഏറ്റവും ബാക്ക് എൻഡിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലെല്ലാം ഓൾറെഡി നാഷണൽ ഹൈവേ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ
ഒരു 3 വർഷം 4 വർഷം കഴിയുമ്പോഴേക്കും ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ട്രിവാൻഡ്രം എത്തണം 3 മണിക്കൂർ കൊണ്ട് എത്താം. ഇപ്പം നമുക്ക് കൊച്ചിയിൽ നിന്ന് ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഇവിടെ കാലിക്കറ്റിൽ പോകണം, നമുക്ക് ഏകദേശം ഈ പറഞ്ഞ പോലെ 2-3 മണിക്കൂർ കൊണ്ട് എത്താവുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരും. ഇപ്പോൾ നാഷണൽ ഹൈവേ എല്ലാം ബിൽഡ് ചെയ്യുന്ന സമയത്ത് താങ്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം എൻ്റെ ഒരു ചെറുപ്പകാലത്തിൽ എനിക്കൊരു 10 വയസ്സുള്ള സമയത്തൊക്കെയാണ് എടപ്പള്ളി ബൈപ്പാസ് വന്നത്. ഏകദേശം ഒരു 10-30 വർഷങ്ങൾക്ക് മുമ്പ്. ആ സമയത്ത് ഈ എടപ്പള്ളി ബൈപ്പാസിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒരു സ്ഥാപനങ്ങളൊന്നുമില്ല. പക്ഷേ ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത്? കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സാണ് ഈ എടപ്പള്ളി ബൈപ്പാസിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഡെയിലി എന്നോളം നടക്കുന്നത്. അപ്പോൾ ഈ കേരളത്തിലുടനീളം അല്ലെങ്കിൽ ഇന്ത്യയിലുടനീളം ഈ തരത്തിലുള്ള ഒരു നാഷണൽ ഹൈവേ എല്ലാം വരുന്ന സമയത്ത് അത് ഇന്ത്യൻ എക്കണോമിയിലേക്ക് പമ്പ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ എക്കണോമിയെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് വളരെ വലിയ രീതിയിലായിരിക്കും. ഇപ്പോൾ നമുക്ക് ഡെവലപ്ഡ് ആയിട്ടുള്ള ഏത് രാജ്യങ്ങളും നോക്കിക്കോ, ഇപ്പോൾ നമ്മൾ US ആണെങ്കിലും, ഇപ്പോൾ ഏറ്റവും റീസെൻ്റ്ലി വളരെ വലിയ രീതിയിൽ ഗ്രോ ചെയ്ത ചൈനയാണെങ്കിലും, ഏത് രാജ്യം നോക്കിക്കഴിഞ്ഞാലും അവിടെ എല്ലാം നമുക്ക് കാണാവുന്ന ഒരു കാര്യം, അവിടുത്തെ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് ശേഷമാണ് അവിടുത്തെ എക്കണോമിയിൽ വലിയൊരു ബൂമിങ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു വലിയ ബൂമിങ്ങിനുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ, ഇപ്പോൾ നാഷണൽ ഹൈവേ, ഇപ്പോൾ പോർട്ടാണെങ്കിലും എയർലൈൻസ്, ഇപ്പോൾ എയർലൈൻസിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ നിലവിൽ എല്ലാ എയർലൈൻസും കൂടിയുള്ളത് ഏകദേശം 700ഓളം ഫ്ലൈറ്റാണ്. പക്ഷേ റീസെൻറ്റ് ടൈമിൽ ഇൻഡിഗോ ആൻഡ് എയർ ഇന്ത്യ ഇവർ രണ്ടുപേരും മാത്രം ഓർഡർ ചെയ്തിരിക്കുന്നത് ഏകദേശം 1000ഓളം ഫ്ലൈറ്റുകളാണ്. അപ്പോൾ ഇനി വരും കാലങ്ങളിൽ ഇൻഫ്രാസ്ട്രക്ചറിൽ ഇപ്പം നമ്മുടെ ട്രാവലിംഗ് എല്ലാം വളരെ ഈസി ആകുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ത്യ എത്തിച്ചേരുന്നതാണ്. ഇത് ഇന്ത്യൻ എക്കണോമിയെ വളരെ വലിയ രീതിയിൽ തന്നെ സഹായിക്കും. പിന്നെ മൂന്നാമതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യങ് പോപ്പുലേഷനാണ്. ഇന്ന് ലോകത്തിൽ ഇപ്പം നമുക്ക് മീഡിയൻ ഏജ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. മീഡിയൻ ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ ഒരു രാജ്യത്തിലുള്ള എല്ലാ ആൾക്കാരുടെയും ഏജ് കൂട്ടിയതിന് ശേഷം, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ 10 + 15 + 10 + 15 ഇതിപ്പോൾ 4 പേരുടെ വ്യത്യസ്ത ഏജാണ് എന്ന് നോക്കുക. അപ്പോൾ ഇത് നമുക്ക് കൂട്ടുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ 50 കിട്ടുന്നത്. അപ്പോൾ ഇത് 4 പേര് ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുന്ന സമയത്ത് ഇതിൻ്റെ ഒരു മീഡിയൻ വരുന്നത് 12.5 ആണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഇന്ത്യയിലുള്ള ജനങ്ങളുടെ എല്ലാവരുടെ ഏജ് കൂട്ടിയതിന് ശേഷം ഇന്ത്യയിലത്തെ പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഇന്ത്യയുടെ മീഡിയൻ ഏജ് വരുന്നത് ഇപ്പം നിലവിൽ 28 ആണ്. അതേസമയം ഇപ്പം ചൈനയുടെ മീഡിയൻ ഏജ് വരുന്നത് 39 ആണ്. USA മീഡിയൻ ഏജ് വരുന്നത് 39 ആണ്. ജപ്പാൻ്റെ മീഡിയൻ ഏജ് വരുന്നത് 49 ആണ്. ഇന്ന് ലോകമെമ്പാടുമുള്ള എല്ലാ രാജ്യങ്ങളും നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള പോപ്പുലേഷൻ ഉള്ളത് ഇന്ത്യയിലാണ്. ഈ യങ്ങസ്റ്റ് ആയിട്ടുള്ള പോപ്പുലേഷൻ ഉണ്ടായാൽ എന്താ ഗുണം? കാരണം ഇവരായിരിക്കും ഒരു രാജ്യത്തിലേക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പോകുന്നത്. യങ്ങസ്റ്റ് ആയിട്ടുള്ള പോപ്പുലേഷൻ ആയിരിക്കുള്ളൂ. അവരായിരിക്കും ഇനി ജോലി ചെയ്ത് കൂടുതൽ മേഖലകളിൽ പ്രവർത്തിച്ച് കൂടുതൽ രാജ്യത്തിന് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഇവരായിരിക്കും എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർവീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യാൻ പോകുന്നതും ഇവർ തന്നെയായിരിക്കും. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഈ യങ്ങസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പോപ്പുലേഷൻ ഉള്ളതുകൊണ്ട് ഇന്ത്യൻ എക്കണോമിയെ സംബന്ധിച്ച്, അതായത് 2050 ആകുമ്പോൾ 2050 ആകുമ്പോൾ ഇപ്പം ഇന്ത്യയുടെ ഈ ഒരു മീഡിയൻ ഏജ് ഏകദേശം ഒരു 38, അതായത് ഇന്നിപ്പോൾ ചൈന ആ ഒരു ലെവലിൽ ആകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് ഏകദേശം 2050 ആകുമ്പോൾ, ആ സമയത്ത് ചൈനയുടെ മീഡിയൻ ഏജ് 50+ ആവുന്ന, അതായത് എല്ലാവരും ഓൾമോസ്റ്റ് മിക്കവരും തന്നെ വളരെ പ്രായമുള്ള വ്യക്തികളാവും. അതുകൊണ്ട് തന്നെ അടുത്തൊരു 15-20 വർഷം അല്ലെങ്കിൽ ഒരു 25 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ വളരെ എക്സലൻ്റ് ആയിട്ടുള്ളൊരു ഭാവിയാണുള്ളത്. ഇനി നാലാമതായിട്ട് നമ്മളെ സംബന്ധിച്ച് എന്തുകൊണ്ട് ഇന്ത്യയിൽ നിക്ഷേപിക്കണം എന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ത്യയുടെ GDP ഗ്രോത്താണ്. ഇന്നിപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന
ഒരു എക്കണോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ എക്കണോമിയാണ്. ഇപ്പോൾ ഇന്ത്യയിലത്തെ GDP ഇപ്പോൾ 3.7 ട്രില്യൺ US$. അതായത് 3.7 ട്രില്യൺ US$. ഇപ്പോൾ 2028 ആകുമ്പോൾ ഇപ്പോൾ IMF എല്ലാം പ്രഡിക്റ്റ് ചെയ്തിരിക്കുന്നത് ഇന്ത്യ 6 ട്രില്യൺ എക്കണോമി ആയിട്ട് മാറുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പല ഓർഗനൈസേഷൻ പറഞ്ഞിരിക്കുന്നത് 2035 ആകുമ്പോഴേക്കും ഇന്ത്യ 10 ട്രില്യൺ എക്കണോമി ആയിട്ട് മാറുമെന്നാണ് പ്രഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു 6 ട്രില്യൻ്റെ കാര്യം തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ 6 ട്രില്യന് മേലുള്ള 2 രാജ്യങ്ങൾ മാത്രമാണ് ഇന്ന് വേൾഡ് വൈഡുള്ളത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ USA, രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈന. അപ്പോൾ ഇവരെല്ലാവരും, അതായത് ഇപ്പോൾ USA 2.5 ട്രില്യണിൽ നിന്ന് 6 ട്രില്യൺ എക്കണോമി ആയിട്ട് മാറിയത് 1978നും 90നും ഇടക്കാണ്. 1978നും 90നും ഇടക്കാണ് USA 2.5 ട്രില്യണിന് 6 ട്രില്യൺ എക്കണോമി ആയിട്ട് മാറിയത്. ഇപ്പോൾ ചൈന ഈ ഒരു പൊസിഷനിലേക്ക് വരുന്നത് 2005നും 2010നും എടുക്കാണ്. അതായത് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ USA ഏകദേശം 12 വർഷം എടുത്തു, ചൈന ഒരു 5 വർഷം കൊണ്ട് അവരുടെ എക്കണോമി മൾട്ടിപ്ലൈ ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു സമയത്ത് ഇപ്പോൾ US മാർക്കറ്റ് കൊടുത്ത റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17% ആവറേജ് റിട്ടേൺ ആണ് ഈ 12 വർഷം ആവറേജ് കൊടുത്തത്. ചൈനീസ് മാർക്കറ്റ് കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 5 വർഷം 32% ആവറേജ് കോമ്പൗണ്ടിങ് റിട്ടേൺ ആണ് ചൈനീസ് മാർക്കറ്റ് ആ സമയത്ത് കൊടുത്തത്. അപ്പോൾ ഈ ഇന്ത്യയിലത്തെ ഒരു സാഹചര്യം പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചൈന എടുത്ത US എടുത്ത ഈ 12 വർഷം എടുക്കുകയില്ല, ചൈന എടുത്ത ഈ 5 വർഷം കൊണ്ട് ഇന്ത്യൻ എക്കണോമി മൾട്ടിപ്ലൈ ചെയ്യില്ല. ഇതിൻ്റെ ഇടക്കുള്ള ഒരു സംഖ്യ ഏകദേശം ഒരു 8-9 വർഷം കൊണ്ടായിരിക്കും ഇന്ത്യൻ എക്കണോമി മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതായത് ഇനി 8 വർഷമൊന്നുമില്ല, ഞാൻ ഈ 2.5 നിന്ന് 6 ട്രില്യൺ എക്കണോമിയിലേക്ക് മാറുന്ന കണക്കാണ് പറയുന്നത്. അപ്പോൾ 2028 ആകുമ്പോൾ 2028 ആകുമ്പോഴേക്കും ഇന്ത്യ 6 ട്രില്യൺ എക്കണോമി ആയിട്ട് മാറുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് പുറമെ ഈ പറഞ്ഞ പോലെ അതിനുശേഷം ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്തൊരു 10-15 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു വർഷങ്ങളാണ്. അപ്പോൾ ഈ സമയത്ത് കൊണ്ടുപോയി നമ്മൾ ചൈനയിലും കൊണ്ടുപോയി നിക്ഷേപിച്ചിട്ടൊന്നും കാര്യമില്ല. ഈ സമയത്ത് നമ്മൾ നിക്ഷേപിക്കണമെങ്കിൽ ഇന്ത്യയിലത്തെ കമ്പനികളിൽ നമുക്ക് നിക്ഷേപിക്കാൻ സാധിക്കണം. അപ്പോൾ ഇന്ത്യയിലെ കമ്പനികളിൽ നിക്ഷേപിക്കണമെങ്കിൽ അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് മ്യൂച്വൽ ഫണ്ട് പോലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ. എന്തുകൊണ്ടാണ് മ്യൂച്വൽ ഫണ്ട് പോലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞാനൊരു ചെറിയൊരു ഫണൽ ഇതാണ്. ഇന്ത്യയിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 10 ലക്ഷം കമ്പനികളെങ്കിലും ഉണ്ടാവും. ഈ 10 ലക്ഷം കമ്പനികളിൽ ഇപ്പോൾ BSE അല്ലെങ്കിൽ NSE പോലെയുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 5000-ഓളം കമ്പനികൾ മാത്രമാണ്. അവിടെ തന്നെ അതായത് ഇന്ത്യയിലുള്ള ലക്ഷക്കണക്കിന് കമ്പനികളിൽ ഏറ്റവും ബെസ്റ്റായിട്ട് സിസ്റ്റം, പ്രോസസ്സ്, അതോടൊപ്പം തന്നെ ഫൈനാൻസ്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഏറ്റവും ഭംഗിയായിട്ട് മാനേജ് ചെയ്യുന്ന ഒരു കമ്പനിക്ക് മാത്രമേ ലിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ തന്നെ ഈ 10 ലക്ഷം കമ്പനിയിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു 5000 കമ്പനികളിലാണ് ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ നോർമൽ സിറ്റുവേഷനിൽ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇവർ പല ക്രൈറ്റീരിയാസ് വെക്കും. ഇപ്പോൾ 5 വർഷം അല്ലെങ്കിൽ 7 വർഷം മിനിമം ഒരു 15% റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവണം. ഇവരെ ഫൈനാൻസ് മാനേജ് ചെയ്യേണ്ട ഈ തരത്തിലായിരിക്കണം. പിന്നെ അതോടൊപ്പം തന്നെ അവരെ മാനേജ്മെൻറ്റ് ക്വാളിറ്റി ഈ പറഞ്ഞ രീതിയിൽ അങ്ങനത്തെ പല ക്രൈറ്റീരിയാസും ബേസ് ചെയ്തിട്ട് ഈ 5000 കമ്പനികളിൽ നിന്ന് 500 കമ്പനികളെ ഇവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഈ 500 കമ്പനികളിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ഈ 500 കമ്പനികളെ കുറിച്ച് ഇവർ ഡീറ്റെയിൽ ആയിട്ട് പല പാരാമീറ്റേഴ്സും, പിന്നെ ഇൻഡസ്ട്രി, ഇവരെ ഫ്യൂച്ചർ, ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ മ്യൂച്വൽ ഫണ്ടും പഠിക്കും. അതിനുശേഷം ഇവർ ഏകദേശം ഒരു 10-200 കമ്പനികളെ ഇതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഇതിൽ നിന്ന് ഓരോ ഫണ്ടിൻ്റെ ഒബ്ജക്റ്റീവ് അനുസരിച്ച് ഒരു 40-50 കമ്പനികളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. ഈ തരത്തിലുള്ള ഫിൽറ്ററിങ് നടത്തിയതിന് ശേഷമാണ് ഓരോ മ്യൂച്വൽ ഫണ്ടും ഓരോ ഇൻവെസ്റ്റ്മെൻറ്റും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കമ്പനികളിലാണ്
ഓരോ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാളെ ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഈ ഒരു ഇൻഡസ്ട്രി മാറി വേറൊരു ഇൻഡസ്ട്രി വരുമ്പോഴേക്കും ഇതിൽ നിന്നുള്ള ഈ 40-50 കമ്പനികൾ മാറി മാറി ആ സമയത്തെ ട്രെൻഡിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ നമുക്ക് ഡയറക്റ്റ് ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ അടുത്തൊരു 10-15 വർഷം മുന്നിൽ കണ്ട് നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ വളരുമ്പോൾ അതനുസരിച്ച് അതിൻ്റേതായ വലിയൊരു ബെനിഫിറ്റ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് വേറൊന്നുമല്ല, നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറിനെയോ ഡിസ്ട്രിബ്യൂട്ടറിനെ എല്ലാം കണ്ടെത്തുക, ഇരിക്കുക, എന്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നെല്ലാം വ്യക്തമായിട്ട് പ്ലാൻ ചെയ്ത്, അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്യൂച്ചർ ഗോൾ എന്താണ്, എത്ര വർഷം കഴിഞ്ഞാണ്, അതെല്ലാം ഒന്ന് വ്യക്തമായിട്ട് പ്ലാൻ ചെയ്തതിന് ശേഷം ശരിയായ രീതിയിൽ നിക്ഷേപിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം അടുത്ത 10-15 വർഷം കഴിയുമ്പോൾ മാറുന്നത് കാണാൻ സാധിക്കും. ആ സമയത്ത് കിടന്ന് മോങ്ങിയിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് ചെയ്യണം. അപ്പുറത്തെ വീട്ടിൽ തോമസ് ചേട്ടൻ്റെ വീട്ടിൽ തേങ്ങയുണ്ട്, ചക്കയുണ്ട്, മാങ്ങയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഈ തോമസ് ചേട്ടൻ 10-15 വർഷം മുമ്പ് ഈ തെങ്ങും മാവും പ്ലാവും എല്ലാം നടന്ന സമയത്ത് നമ്മളിങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്ന വെച്ച്, ഇന്ന് ആ തോമസ് ചേട്ടൻ കസേരയിൽ കയറിയിരിക്കുന്ന സമയത്ത് പുള്ളിയുടെ വീട്ടിൽ ഇതെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ 15 വർഷം കഴിഞ്ഞ് 20 വർഷം കഴിഞ്ഞ് ഇതേ തരത്തിൽ കരയാതിരിക്കണമെങ്കിൽ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് ചെയ്തു. ഓക്കെ, അടുത്ത ആഴ്ച നമുക്ക് സാമ്പത്തിക മേഖലയിലെ പുത്തൻ വിശേഷങ്ങളുമായി തൊമ്മിച്ച ടിപ്സ് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്.